ഈ ദേവിയെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യം നമുക്ക് സാധിക്കും. കാരണം പല അനുഭവങ്ങളുണ്ട്. കാരുണ്യോത്സവം വഞ്ചി എന്ന് പറഞ്ഞ വഞ്ചിയുണ്ട്, അത് നമ്മൾ വീടുകളിൽ വെക്കാറുണ്ട്. അത് എല്ലാവരും ഉത്സവ സമയമാകുമ്പോഴത്തേന് അത് തിരിച്ച് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ട് തരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്ത ഒരു കൊച്ചു കുഞ്ഞിന് ചെവിയിൽ നമ്മൾ ഇയർഫോൺ വെച്ചാൽ ചെവി കേൾക്കത്തില്ല. അങ്ങനെ ഇപ്പോൾ 10ാമത്തെ വർഷത്തിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന 5 ലക്ഷം രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. 5 ലക്ഷം രൂപ ഏകദേശം ഒരാൾക്ക് 50,000 രൂപ വെച്ചിട്ട് കൊടുക്കുന്ന രീതിയിൽ. കാരണം നമ്മൾ കൊടുത്ത ഒരുപാട് പേർക്ക് ചികിത്സിച്ച് ഭേദമായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പല ആൾക്കാർക്കും ഉത്സവം ആഘോഷമാക്കാൻ മാത്രമാണ് താല്പര്യം. ഇതുപോലുള്ള ഒരു കാരുണ്യമായ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുചെല്ലാനായിട്ട് പ്രധാനമായിട്ടും ആർക്കും വലിയ താല്പര്യം കാണിക്കാറില്ല. കമ്മിറ്റി അംഗങ്ങളെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വെച്ചിട്ട് ഞങ്ങളത് നിറച്ച് ഞങ്ങളാലാവുന്ന സാമ്പത്തിക സഹായം ചെയ്യും. ചില ആൾക്കാർ പറയുന്നത് ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് സംസാരമുണ്ട്. വെറുതെ പൈസ കൊണ്ട് കളയുകയല്ലേ. പിന്നെ ഏറ്റവും വലിയ ഉത്സവം ഞങ്ങളുടെ കാരുണ്യോത്സവം. ഈ കാണുന്നതാണ് നമ്മുടെ ക്ഷേത്രം, അമ്മുമ്മക്കാവ് ദേവീക്ഷേത്രം. കിഴക്കേക്കരയിൽ നമ്മുടെ പ്രണവോസ്മിന് താഴെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് തുടക്കം എന്ന് പറയുന്നത് ഒരു കാവായിരുന്നു. അതിനുശേഷം ഇത് പൂജ കാര്യങ്ങളുമായിട്ട് പിന്നെ ഇതൊരു ക്ഷേത്രമായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഈ കാരുണ്യോത്സവം തുടക്ക വർഷം മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 10ാമത്തെ വർഷമാണ് ഈ ഇത് നടക്കുന്നത്. 10ാമത്തെ വർഷമാണ്. ആ തുടക്കത്തിൽ 50,000 രൂപ, ഒരാൾക്ക് 5,000 രൂപ വെച്ചിട്ട് 50 രൂപ വെച്ചിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് വളർന്ന് കാരണം നമുക്ക് അമ്മ ഇതുവരെ നമുക്ക് ഉത്സവം നടത്താൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കോ ഒന്നും ഇതുവരെ നമ്മളെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ആദ്യമൊന്നും ഈ ഒരു കൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് പോയ സമയങ്ങളിലൊക്കെ ഇപ്പം നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കേട്ടതാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യം, കാരണം ആൾക്കാർക്ക് ഈ സംഭവം എത്തണം. കാരണം പൈസയാണ്, ആളുകളിൽ നിന്ന് പിരിക്കുന്നതാണ്, ഇതിനൊക്കെ ഒരു കൃത്യമായ കണക്കുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടുകളെല്ലാം ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ ഓരോ വ്യക്തികളുടെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളിത് ആൾക്കാരത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമുക്കത് ഇങ്ങനെയാണ്, ഇതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ അന്ന് ഇതുപോലെ ഓരോരുത്തർ ആദ്യത്തെ വർഷം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ജനങ്ങൾക്കൊരു വിശ്വാസമായി. അങ്ങനെ ഇപ്പോൾ 10ാമത്തെ വർഷത്തിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന 5 ലക്ഷം രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. 5 ലക്ഷം രൂപ ഏകദേശം ഒരാൾക്ക് 50,000 രൂപ വെച്ചിട്ട് കൊടുക്കുന്ന രീതിയിൽ. കാരണം നമ്മൾ കൊടുത്ത ഒരുപാട് പേർക്ക് ചികിത്സിച്ച് ഭേദമായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾ നമ്മുടെ ഭാഗങ്ങളിൽ തന്നെ ഉണ്ട്, അതിന് പുറത്തുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെയല്ലേ യഥാർത്ഥ കാരുണ്യം. ആഘോഷത്തിൻ്റെ പേരിൽ എന്ത് വിക്രിയകളും കാട്ടിക്കൂട്ടുന്ന കാലത്താണ് ഒരു ക്ഷേത്രം ഉത്സവത്തിൻ്റെ ആഘോഷങ്ങൾ കുറച്ച് ഒരു വർഷം തങ്ങൾ സ്വരുകൂട്ടുന്നതും നാട്ടുകാർ നൽകുന്നതും ചേർത്ത് രോഗികളെയും പാവങ്ങളെയും ചേർത്ത് നിർത്തുന്നത്. കൊട്ടാരക്കര കിഴക്കേക്കര അമ്മുമ്മക്കാവ് ഭഗവതി ക്ഷേത്രം ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് ഉള്ളതോ വലിയ സ്വർണ്ണ നിക്ഷേപമോ 10,000ങ്ങൾ ആരാധനയ്ക്കെത്തുന്ന ഇടമോ അല്ല. മാസത്തിലൊരിക്കൽ മാത്രം ശാന്തിയുള്ള ചൈതന്യത്തിൻ്റെ ഇടമാണ്. പക്ഷേ വർഷത്തിലൊരിക്കൽ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രവർത്തനമാണ് ഈ കോടികളേക്കാൾ അവരെ വിലമതിക്കുന്നത്. ഈ വർഷം ഉത്സവത്തിന് 5 ലക്ഷം രൂപയാണ് 10 കിടപ്പ് രോഗികൾക്കും അശരണർക്കുമായി ഇവർ നൽകുന്നത്. അത് കഴിഞ്ഞ 10 വർഷമായി നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിക്ക് മുന്നിൽ അറിയാതെ കൈകൂപ്പിപ്പോവുകയാണ്. ഇവർക്ക് മുന്നിൽ നാമെല്ലാം ചെറുതായി പോവുകയാണ്. ആദ്യം നാട്ടിലെ ചെറുപ്പക്കാരായിരുന്നു ഇതിൻ്റെ ഭരണസാരഥ്യമെങ്കിൽ ഇവരുടെ നല്ല പ്രവർത്തനം കണ്ട് പ്രദേശത്തെ സ്ത്രീകൾ കൂടി ക്ഷേത്ര ഭരണസമിതിയുടെ മുൻനിരയിലേക്ക് വന്നിരിക്കുന്നു. എന്തു വന്നാലും ഇവരുടെ ലക്ഷ്യം കാരുണ്യോത്സവം മാത്രമാണ്. നമ്മുടെ ഇവിടെ നമ്മൾ പുല്യണിക്കുഴിമല അമ്മുമ്മക്കാവ് ദേവീക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 9 വർഷക്കാലമായിട്ടുള്ള ഉത്സവങ്ങൾ നമ്മൾ നടത്തുന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ 2-3 വർഷക്കാലമായിട്ടൊരു വനിതാ കമ്മിറ്റി രൂപീകരിച്ച്, അപ്പോൾ അതിലൊരു 10-14 വനിതകൾ ഞങ്ങൾ എല്ലാ കാര്യത്തിനും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കൂടെ ചേർന്നിട്ടാണ് ഈ ഉത്സവം നടത്തുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് അതിന് ആദ്യ കാലങ്ങളിലൊക്കെ ഇവർ പുരുഷന്മാർ തന്നെയാണ്, ഈ ഉപദേശക സമിതി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നത്. ആദ്യം ഈ ഉത്സവത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴേ നമ്മുടെ ട്രസ്റ്റ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഇങ്ങനൊരു ചികിത്സാ സഹായം കൊടുക്കണം, അതാണ് നമ്മുടെ അമ്പലത്തിന് ഏറ്റവും വേണ്ടുന്നത്, പരിപാടികൾ നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം നമ്മൾ ഒരാൾക്ക് വെച്ച് അങ്ങനെ രണ്ടാൾക്ക് അങ്ങനെ കൂട്ടി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏതാണ്ട് ഒരു 10 പേർക്ക് അധികം നമ്മൾ കൊടുത്തു. ഇപ്രാവശ്യം നമ്മൾ 5 ലക്ഷം രൂപ കണ്ടെത്തണം. അത് നമുക്ക് 10 പേരിലേക്ക് നമ്മൾ ചുരുക്കുവാണെങ്കിൽ അതിൻ്റെ ആവശ്യകത അനുസരിച്ച് നമ്മുടെ അപേക്ഷകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഡോക്ടർമാരൊക്കെ അത് നോക്കുന്നത്, ആ ട്രസ്റ്റും അവരും എല്ലാം ചേർന്ന് നോക്കി അത് കണ്ടെത്തി അതിൻ്റെ ആളുകളെ അതിൻ്റെ പരിഗണന വെച്ചിട്ട് അർഹതപ്പെട്ടവർക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കൊടുത്ത് അവരെ സഹായിക്കാം. അപ്പോൾ ഈ അമ്പലം എന്നറിയാം, നമുക്കറിയാം ഇത് സ്വയംഭൂവാണ്. ഇവിടുത്തെ ദേവി എന്നൊക്കെ സ്വയംഭൂവാണ്, ഭദ്രകാളിയാണ്. അപ്പോൾ ഈ ദേവിയെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യം നമുക്ക് സാധിക്കും. കാരണം പല അനുഭവങ്ങളുണ്ട്. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് കമ്മിറ്റി മുഖമായിട്ട് വരാൻ കഴിഞ്ഞു. ഈ ഉത്സവം എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാവർക്കും ആഘോഷിക്കാനുള്ള ദിവസം. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. ആ കുടുംബങ്ങൾ
സ്വാഭാവികമായിട്ട് സാമ്പത്തികമായിട്ടായാലും ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും തകരുന്ന സ്ഥിതി. അപ്പോൾ അതിലുള്ളവരെ നമുക്ക് കൈ പിടിച്ചുകൊണ്ട് ഉയർച്ചുകൊണ്ട് വന്ന് നമുക്ക് ഉത്സവത്തിലേക്ക് പങ്കെടുപ്പിക്കാം, അവരെയും കൂടെ ആഘോഷത്തിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഇത്ര നാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒട്ടനവധി ആൾക്കാരുടെ സഹായങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായത് നമ്മുടെ ഉപദേശസമിതി മെമ്പർമാരെല്ലാം പോകുമ്പോൾ, അല്ലെങ്കിൽ വനിതാ കമ്മിറ്റി മെമ്പർമാരെല്ലാം പോകുമ്പോൾ ഇപ്പോൾ പല ഭാഗത്തു നിന്നും ചില ആൾക്കാർ പറയുന്നത് ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് സംസാരമുണ്ട്. നിങ്ങൾ വെറുതെ പൈസ കൊണ്ട് കളയുകയല്ലേ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ ഈ 10 വർഷമായിട്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അമ്പലത്തിന് വേണ്ടി ചെയ്തത്. അപ്പോൾ ഇത് അമ്പലത്തിന് മാത്രമല്ല, നമ്മുടെ കമ്മിറ്റി മെമ്പർമാരുടെ ഇടയിലും ഏതെങ്കിലും ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ശാരീരികമായിട്ട് വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്മിറ്റിയിൽ തന്നെ ഫണ്ട് കണ്ടെത്തി അവർക്ക് സഹായിക്കുന്ന ഒരു കാര്യവും നമ്മളിവിടെ സ്ഥിരമായിട്ട് ചെയ്തു വരികയാണ്. ഈ ക്ഷേത്രം തുടങ്ങിയ കാലം തൊട്ട് നടക്കുന്ന ഒരു പ്രധാന വഴിപാടെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ ഒരു കാരുണ്യ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രത്നച്ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉത്സവത്തെ ആർഭാടത്തോടെ ആഘോഷിക്കുകയും വേണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കർമ്മങ്ങൾ മറ്റുള്ള ആവശ്യമായിട്ടുള്ള നീഡിയായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യം. അത് ഈ ക്ഷേത്രോപദേശക സമിതിയും ഉത്സവ കമ്മിറ്റിയും വളരെ കാര്യമായിട്ട് ഏറ്റെടുക്കുകയും അന്ന് തൊട്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പില്ലാതെയും ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. പക്ഷേ പല ആൾക്കാർക്കും ഉത്സവം ആഘോഷമാക്കാൻ മാത്രമാണ് താല്പര്യം. ഇതുപോലുള്ള ഒരു കാരുണ്യമായ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുചെല്ലാനായിട്ട് പ്രധാനമായിട്ടും ആർക്കും വലിയ താല്പര്യം കാണിക്കാറില്ല. അപ്പോൾ സാധാരണ എല്ലാ അമ്പലങ്ങളിലും കാണുന്നത് ഒരു അന്നദാനം നടത്തുക, അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ഒക്കെ ഭഗവാന്റെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതിക്ക് അപ്പുറത്തേക്ക് മറ്റുള്ളതായിട്ടുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിനോട് ചേർത്ത് വളരെ സന്തോഷത്തോടു കൂടി ഈ ടീം ചെയ്യാനായിട്ട് മുതിർന്നതും അത് ഇതുവരെ ഈ വർഷം വരെയും ചെയ്യാൻ തയ്യാറായതും വളരെ പ്രശംസനീയമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇവിടെ 10 വർഷമായിട്ട് നടത്തുന്നത്, ഇപ്പോൾ 10ാമത്തെ വർഷമാണ് കാരുണ്യോത്സവം നടത്തുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ വീടുകളിൽ പോയി കളക്ട് ചെയ്യുന്നത് കൂടാതെ പിരിക്കുന്നത് കൂടാതെ നമ്മൾ നമ്മുടെ ഈ പ്രദേശവാസികളിലേക്ക് വീടുകളിൽ വഞ്ചി വെക്കാറുണ്ട്. എല്ലാ വർഷവും ഉത്സവത്തിന് മുന്നേ നമ്മൾ വഞ്ചി കൊണ്ടുവന്ന് വീടുകളിൽ വെച്ച് കാരുണ്യോത്സവം വഞ്ചി എന്ന് പറഞ്ഞ വഞ്ചിയുണ്ട്, അത് നമ്മൾ വീടുകളിൽ വെക്കാറുണ്ട്. അത് എല്ലാവരും ഉത്സവ സമയമാകുമ്പോഴത്തിന് അത് തിരിച്ച് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ട് തരാറുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന പൈസയും നമ്മൾ ഇവിടെ കാരുണ്യോത്സവത്തിന് തന്നെയാണ് എടുക്കാറുള്ളത്. ഇതാണ് നമ്മുടെ അമ്മൂമ്മക്കാവിൻ്റെ കാരുണ്യോത്സവത്തിന് നമ്മൾ ഓരോ വീടുകളിൽ വയ്ക്കുന്ന വഞ്ചി. ഇത് ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വെച്ചിട്ട് ഞങ്ങളിത് നിറച്ച് ഞങ്ങളാലാവുന്ന സാമ്പത്തിക സഹായം ചെയ്യും. അതുപോലെ ഓരോ വീടുകളിൽ നിന്നും നമ്മളിങ്ങനെ വഞ്ചി വെക്കാറുണ്ട്. അവിടെ വെച്ചിട്ട് അവരും നമുക്ക് ഉത്സവ സമയത്ത് തിരിച്ചു തരാറുണ്ട്. ഈ പൈസയെ നമ്മൾ ഈ കാരുണ്യോത്സവത്തിലേക്കാണ് നമ്മൾ സംഭാവന ചെയ്യുന്നത്. അപേക്ഷകൾ നമ്മൾ കാണുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്ത ഒരു കൊച്ചു കുഞ്ഞിന് ചെവിയിൽ നമ്മൾ ഇയർഫോൺ വെച്ചാൽ ചെവി കേൾക്കത്തില്ല. നമുക്ക് അതിന് ഒരു സാമ്പത്തിക, അപ്പോൾ ആ കുഞ്ഞിനൊക്കെ നമ്മൾ കൊടുത്തപ്പോൾ നമുക്കത് ആ കുഞ്ഞിനത് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾക്കൊരു വലിയൊരു സംതൃപ്തിയാണ്. ഞങ്ങൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ 1 രൂപയായാലും തരുന്നത് ഞങ്ങൾ സന്തോഷത്തോടെ മേടിക്കുക. പിന്നെ അവരെ ഞങ്ങൾ ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ചെയ്യുവാണ്. അമ്പലത്തിലൂടെ മാസത്തിൽ 2ാം ഞായറാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ തുറക്കുന്നത്. തിരുമേനി അന്നൊരു ദിവസം വന്ന് തുറന്ന് പൂജ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഉത്സവത്തിന് ഞങ്ങൾ ചെയ്യാൻ വിചാരിച്ച അങ്ങനെ തന്നെ നമുക്ക് വലിയ പരിപാടികളൊന്നും ചെയ്യാൻ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. ഈ കുട്ടികളെ കൊണ്ടുള്ള പരിപാടികളാണ് നമ്മൾ 2 ദിവസം ഡാൻസ് ഉണ്ട്. അവരുടെ കഴിവുകളെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് സ്റ്റേജ് കൊടുക്കും. പിന്നെ ഏറ്റവും വലിയ ഉത്സവം ഞങ്ങളുടെ കാരുണ്യോത്സവം. ലക്ഷങ്ങൾ വഞ്ചിവരവും ബാങ്ക് ബാലൻസും ഒക്കെ ഉണ്ടെന്ന് ഊറ്റം കൊള്ളുന്ന കമ്മിറ്റികളൊക്കെ ഇവരെ ഒന്ന് കണ്ടു പഠിക്കണം. ശാന്തിക്കാരന് ശമ്പളം നൽകാനുള്ളത് പോലും ലഭിക്കാത്ത ഒരു കുഞ്ഞു ക്ഷേത്രം ചെയ്യുന്ന നന്മ. പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുന്നിടത്താണ് യഥാർത്ഥ ഈശ്വരൻ കുടികൊള്ളുന്നത് എന്ന വാക്യം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുകയാണ് അമ്മുമ്മക്കാവ് ക്ഷേത്ര ഭരണസമിതി.